പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവമായ കേസിൽ മാത്രമേ വന്യമൃഗങ്ങളെ കൊല്ലാൻ കോടതിക്ക് അനുവാദം തരാനാകൂ. ഒരു പാവം കർഷകന്റെ കൃഷി മുഴുവനും വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ട് അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു കൃഷി നശിക്കുന്നതൊക്കെ സാധാരണ സംഭവമാണെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുന്നു കർഷകനേക്കാളും വലുത് കാട്ടുമൃഗങ്ങൾ തന്നെയാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ, തീർന്നില്ല. കോടതിക്ക് ഇത് നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമായിരിക്കും. പക്ഷേ ഓരോ കേസിലെയും ഓരോ കർഷകനും നഷ്ടപ്പെടുന്നത് ഒരു ആയുസിന്റെ അധ്വാനമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. What is that rarest of rarest you mean? You are crossing the limit. You cannot question the court. And for that, I can enforce a code of conduct on you. അറിയില്ല യുവർ ഓണർ, ഈ മുറിക്കകത്തിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും ഒരു കർഷകന്റെ അധ്വാനം മനസ്സിലാവില്ല. അതിന് മണ്ണിലിറങ്ങി പണിയെടുക്കുക തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിച്ച കേസിൽ വിധി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ കാട്ടുപന്നിയെ മാത്രമല്ല കർഷകനെ ദ്രോഹിക്കുന്ന ഏത് മൃഗത്തെയും വകവരുത്താൻ അനുവാദം കൊടുത്തേനെ. ശ്രീ മിസ്റ്റർ മുകുന്ദൻ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മാറണം. If the law has to change, yes, നിയമങ്ങൾ മാറണം. Because Indian Constitution gives all the citizens the right to freedom and right to live. കൃഷി വെറുമൊരു തൊഴിലല്ല, അതൊരു സംസ്കാരമാണ്. കൃഷി ചെയ്യുന്നവന് അതവന്റെ ജീവനാണ്, ജീവിതമാണ്. അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്തു തന്നെയാണെങ്കിലും അത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമായി കണക്കാക്കപ്പെടട്ടെ. അതിന് തക്കതായ നിയമങ്ങൾ നിലവിലില്ലെങ്കിൽ നിയമങ്ങൾ എഴുതപ്പെടട്ടെ. അവഗണനയും ദുരിതവും അനുഭവിക്കുന്ന കേരളത്തിലെ ഓരോ കർഷകനും കേരളത്തിലെ കർഷകന്റെ ശബ്ദമായി മുന്നേറുന്ന കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫയ്ക്കും ഏറ്റവും ശക്തമായ ഭാഷയിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ട്രോൾ കുട്ടുമ്പുഴ.